ഓക്കെ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. മെഡിറ്റേഷൻ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? Okay, good നന്നായി ചെയ്യാൻ പറ്റി. morning, ma'am. നന്നായി ചെയ്യാൻ പറ്റും. Good morning, ma'am. നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഞാൻ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, മെമ്മറിയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എന്താണ് ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ? 100 days കംപ്ലീറ്റ് ആയവരൊക്കെ ഉണ്ട്. 100 days കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഭാഗം നോക്കാം നമുക്ക്. 3 ടൈപ്സ് ഓഫ് മെമ്മറിയാണ്. അതില് ഒന്ന് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയും. ഓക്കെ, നമുക്ക് 3 തരത്തിലാണ് മെമ്മറി ഉള്ളത്. അത് ഒന്ന് സെൻസറി മെമ്മറി എന്ന് പറയും, രണ്ടാമത്തത് ഷോർട്ട് ടേം മെമ്മറി, മൂന്നാമത്തത് ലോങ് ടേം മെമ്മറി. ഓക്കെ, സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡുകളൊക്കെ കാണില്ലേ, വല്ല ഷോപ്പിന്റെ ബോർഡോ അല്ലെങ്കിൽ വല്ല ഫ്ലെക്സോ ഒക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒരു സെക്കൻഡ്, ലെസ് ദാൻ 1 സെക്കൻഡ് നമ്മൾ കാണുകയും നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്യണ സമയത്ത് അത് ചെറുതായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അത് അപ്പൊ തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. ഇറ്റ്സ് കോൾഡ് സെൻസറി മെമ്മറി. ലെസ് ദാൻ 1 സെക്കൻഡ് താഴെയുള്ള ഓർമ്മകൾ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അതേസമയം നമ്മളൊരു ബോർഡ് കണ്ടു, ഏതെങ്കിലും ഒരു ഷോറൂമില് അല്ലെങ്കിൽ അവിടെ വലിയ ഓഫറിന്റെ എന്തെങ്കിലും ഒരു ബോർഡ് കണ്ടു, ദെൻ നമ്മൾ അത് എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളൊരു സുഹൃത്തിനോട് പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, അവിടെ ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ഒരു ഫ്ലെക്സ് കണ്ടു, അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തോ ആരെടുത്തോ എങ്കിലും വിവരിക്കുന്ന സമയത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പൊ അത് വന്നിട്ട് ചെറുതായിട്ട്, സോ ഇറ്റ്സ് കോൾഡ് ഷോർട്ട് ടേം മെമ്മറി. അതായത് തിങ്കിങ് ടൈം ഇച്ചിരി കൂടും. അപ്പൊ 1 മിനിറ്റിനുള്ളിലൊക്കെ ആയിരിക്കും തിങ്കിങ് ടൈം വരുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറി ചിലപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഒരു പക്ഷെ അന്ന് ഈവനിങ് വരെയൊക്കെയോ അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസം വരെയൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, ഷോർട്ട് ടൈം മെമ്മറി. മൂന്നാമത്തത് ലോങ് ടൈം മെമ്മറിയാണ്. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറി ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സബ് മൈൻഡാണ്. ഓക്കെ, അപ്പൊ നമ്മള് ശ്രമിക്കുന്നതും നമുക്കറിയാം, നമ്മുടെ ഗോൾസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്ലിയർ ആയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കണ്ട ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതായത് നിങ്ങൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്, ഇന്ന മെസ്സേജസ് കിട്ടി, ഇതൊക്കെ ലൈഫിൽ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഒരുപാട് ചേഞ്ചസ് വരും. ദെൻ നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുക, ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അപ്പൊ ഞാൻ എൻ്റെ തിങ്കിങ് പാറ്റേൺ മാറ്റണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തു തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പം ഇത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ശരി, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ദെൻ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നു. സോ റിപ്പീറ്റേഷൻ വരുന്ന സംഭവങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും അപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭാഗങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ബൈ ഹാർട്ട് ആക്കുക ചെയ്യുക, അല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടെ റിപ്പീറ്റേഷൻ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ ചില കവിതകളോ എന്താണ് എന്താ പറയാ എന്തെങ്കിലും സംഭവങ്ങളോ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ചില സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ലേ? അതിന്റെ റീസൺ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോയി.
ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുക എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനുള്ളൊരു കീ വേർഡ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. സോ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഗോള് ഉള്ളിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊടുക്കുക വേണ്ടത്. അപ്പൊ ലോങ് ടൈം മെമ്മറിയിലേക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? റിപ്പീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഗോൾസ് എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ലോങ് ടൈം മെമ്മറിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കും. ഓക്കെ, ഈ ലോങ് ടൈം മെമ്മറിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ടൂൾസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ സ്പീഡ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. ദെൻ നോളജ് റിട്ടൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ലെക്ചറിങ് ആണെങ്കിൽ നമ്മുടെ 5% നമ്മുടെ നോളജ് റീറ്റെയിൻ ചെയ്യും, നിലനിൽക്കും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ എന്നാണെങ്കിൽ അതായത് വായനയിലൂടെയാണെങ്കിൽ 10%, ഓഡിയോ ഓർ വിഷ്വൽ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ 20%, ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം, അതായത് ഒരു കാര്യം അവതരിപ്പിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കണ്ടിട്ടാണെങ്കിൽ 30% നമ്മുടെ മെമ്മറിയിലും, ഒരു ഡിസ്കഷൻ, ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ പറയുന്നതിൽ ഒരു 50% കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും. ദെൻ പ്രാക്ടീസ് ബൈ ഡൂയിങ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ 75% നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും. ദെൻ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് 90% നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ടീച്ച് അതേഴ്സ് ആണ്. ഇപ്പം ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ്. എനിക്ക് ഒരു ബുക്ക് വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ചുമ്മാ കേൾക്കുകയോ ഒന്നും എൻ്റെ മെമ്മറി